നിന്നെ നോക്കി പുഞ്ചിരിക്കുന്ന എല്ലാവരും നിന്റെ കൂട്ടുകാരല്ല. ചിലർ നിങ്ങൾക്കായി കൈയടിക്കുന്നത് നിങ്ങൾ വീഴാൻ കാത്തിരിക്കുന്നതുകൊണ്ടാണ്. കള്ളപ്പുഞ്ചിരികളും മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളും കൊണ്ടു നടക്കുന്നവരുടെ ഇന്നത്തെ ലോകത്ത് കപട മുഖംമൂടി അണിഞ്ഞവരെ തിരിച്ചറിയാൻ പുരാതന ജ്ഞാനത്തിന് നിങ്ങളെ സഹായിക്കാനാകും. ചാണക്യൻ മുതൽ ബുദ്ധൻ വരെ, സ്റ്റോയിക് തത്വചിന്തകർ മുതൽ കൺഫ്യൂഷ്യസ് വരെ എല്ലാവരും പഠിപ്പിച്ചത് ഒരു കാര്യം മാത്രമാണ്: നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്നതിന് മുമ്പ് കള്ളത്തരത്തെ തിരിച്ചറിയാൻ പഠിക്കുക. അതിനായി നമുക്ക് കള്ളത്തരങ്ങളുള്ള ഒരു സുഹൃത്തിൻ്റെ കാലാതീതമായ 5 അടയാളങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഈ ആധുനിക ലോകത്ത് ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ചാണക്യൻ, ബുദ്ധൻ, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ മനസ്സുകളിൽ പിറന്ന തന്ത്രങ്ങളും വിജയത്തിൻ്റെ രഹസ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഒന്നാമത്തെ അടയാളം: അവർ നിങ്ങളുടെ പ്രയാസങ്ങളെ ആഘോഷിക്കുന്നു. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം പങ്കിടാൻ കഴിയാത്ത, നിങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും രഹസ്യമായി സന്തോഷിക്കുന്ന ഒരു സുഹൃത്ത്, അയാൾ നിങ്ങളുടെ മുന്നിൽ വേഷം മാറി നിൽക്കുന്ന ശത്രുവാണ്. ഒരു കള്ളത്തരമുള്ള സുഹൃത്ത് എപ്പോഴും നിങ്ങളെ പരസ്യമായി ആക്രമിക്കില്ല. അവർ നിശബ്ദതയിലൂടെയും സഹതാപം അഭിനയിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവരുടെ അഭാവത്തിലൂടെയും ആക്രമിക്കുന്നു. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടോ അതോ അവർ സംതൃപ്തരായി കാണപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇരുണ്ട ദിവസങ്ങളിൽ അഥവാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ളപ്പോഴും യഥാർത്ഥ സുഹൃത്ത് നിലനിൽക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ കപട സൗഹൃദം അപ്രത്യക്ഷമാകുന്നു. രണ്ടാമത്തെ അടയാളം: അവർ മത്സരിക്കുന്നു, നിങ്ങളുടെ വിജയത്തിൽ ആഘോഷിക്കുന്നില്ല. എല്ലാ ദുരിതങ്ങളുടെയും മാതാവ് അസൂയയാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു. ഒരു കപട സുഹൃത്ത് അതിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. നിങ്ങളുടെ വിജയങ്ങളെ അവരുടേതായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നവരെയോ അല്ലെങ്കിൽ നിസ്സാരമായ അഭിനന്ദനങ്ങൾ നൽകി നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കുന്നവരെയോ ശ്രദ്ധിക്കുക. സൗഹൃദത്തിൻ്റെ മുഖമൂടിക്ക് പിന്നിൽ അസൂയ മറഞ്ഞിരിക്കുന്നുവെന്ന് സ്റ്റോയിക് മുന്നറിയിപ്പ് നൽകി. ഓർമ്മിക്കുക, ഒരു യഥാർത്ഥ സുഹൃത്ത് ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ കരകയറാൻ സഹായിക്കുന്നു. ഒരു കപട സുഹൃത്ത് നിങ്ങൾ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ അടയാളം: മധുരവാക്കുകളും കൈപ്പേറിയ പ്രവൃത്തികളുമാണ്. വാക്കുകളിലൂടെയല്ല, തുടർച്ചയായ പ്രവൃത്തിയിലൂടെയാണ് സത്യം വെളിപ്പെടുത്തുന്നതെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. വാഗ്ദാനങ്ങൾ, പ്രശംസകൾ, മുഖസ്തുതി എന്നിവയിലൂടെ മധുര സംഭാഷണം നടത്തുന്നതിൽ കപട സുഹൃത്തുക്കൾ വിദഗ്ധരാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സമയം വരുമ്പോൾ അവർ അപ്രത്യക്ഷരാകും. വളരെ മര്യാദയുള്ളവരാണെങ്കിലും ഒരിക്കലും ആത്മാർത്ഥതയില്ലാത്തവരെ സൂക്ഷിക്കുക എന്ന് കൺഫ്യൂഷ്യസ് പറഞ്ഞു. പ്രവർത്തികൾ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. അവർ പറയുന്നതല്ല, അവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. നാലാമത്തെ അടയാളം: അവർ നിങ്ങളെ സൗകര്യത്തിനായി ഉപയോഗിക്കുന്നു. ചാണക്യൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങളുടെ സമ്പത്തോ സ്ഥാനമോ ഇല്ലാതാകുമ്പോൾ കപട സുഹൃത്ത് അപ്രത്യക്ഷമാകും. ശ്രദ്ധ, പണം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാൻ ഉള്ളപ്പോൾ മാത്രമേ അത്തരം സുഹൃത്ത് അടുത്തുണ്ടാകൂ. നിങ്ങൾ നൽകുന്നത് നിർത്തുമ്പോൾ അവർ പ്രത്യക്ഷപ്പെടുന്നത് നിർത്തുന്നു. യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് നോക്കിയാണ്. കപട സുഹൃത്തുക്കൾ നിങ്ങൾ നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അഞ്ചാമത്തെ അടയാളം: നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നു. ഊർജം ഒരിക്കലും കള്ളം പറയില്ല. ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടുമുട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും സമാധാനവും അനുഭവപ്പെടുന്നു. എന്നാൽ ഒരു മോശം സുഹൃത്തിനെ കണ്ടുമുട്ടിയതിനു ശേഷം നിങ്ങൾക്ക് സംശയം, ക്ഷീണം, ആശയക്കുഴപ്പം എന്നിവ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയം സത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് അതറിയുന്നു.
സ്റ്റോയിക്ക് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആന്തരിക സമാധാനത്തെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുക. അതിനെ നിരന്തരം ശല്യപ്പെടുത്തുന്നവരിൽ നിന്ന് അകന്നു പോകുക. ഏറ്റവും വലിയ ജ്ഞാനം ആളുകളെ അറിയുക മാത്രമല്ല, ആരോടൊപ്പം നടക്കണമെന്ന് അറിയുകയുമാണ്. വ്യാജ സുഹൃത്തുക്കളെ വെറുക്കരുത്. അവരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക. ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടപ്പാട് വരുത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ചിലപ്പോൾ അതിനർത്ഥം ചില ആളുകളെ ഉപേക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക. സത്യം കൊണ്ട് ചുറ്റപ്പെടുക. അപ്പോൾ ജീവിതം തന്നെ കൂടുതൽ പ്രകാശപൂർണവും വ്യക്തവും ശക്തവുമാകുന്നത് നിങ്ങൾ കണ്ടെത്തും. ഓർക്കുക, മൗനം ശക്തിയാണ്, അവബോധം ശക്തിയാണ്, ദൂരം സംരക്ഷണമാണ്. ചാണക്യനെ പോലെ ജ്ഞാനിയും ബുദ്ധനെ പോലെ ശാന്തനും വിവേകാനന്ദനെ പോലെ നിർഭയനുമായിരിക്കുക. പുരാതന മനുഷ്യർ വിശ്വാസവഞ്ചനയെ കൈകാര്യം ചെയ്തത് കോപത്തോടെയല്ല, മറിച്ച് വ്യക്തതയോടെയാണ്. അതിനാൽ പഠിക്കുക, നിരീക്ഷിക്കുക, ഉയരുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.